ആ പാവം പിടിച്ചവൻ അവന്മാരുടെ കൈ പോയി പെട്ടല്ലോ. എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ ആയിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവന് പുറത്തിറക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ആ സീരടുത്ത് അവനെ പുറത്തു കൊണ്ടുവരുന്നത് അത്ര ഈസി അല്ല അമ്മു. ഇനി പറടാ, ആരാ നീ? എവിടെന്ന് വന്നു? അവള് നീയും തമ്മിൽ എന്താ ബന്ധം? രാമ, രാമ, എന്തു പറ്റി ഭാരതി? രാമ, വെള്ളം കുടിക്ക. എന്തു പറ്റി? സേതു, ഇവൻ മര്യാദയ്ക്ക് ചോദിച്ചാ പറയുന്നു ഒന്നില്ല. അകത്തിട്. ശരി സാർ. നായിഡു, നമ്മുടെ 4-ാം മുറിയൊന്ന് റെഡിയാക്കി. അവൻ ആരാ എന്താ ഏതാന്നൊക്കെ അറിയാതെ 4-ാം മുറിക്ക് പോണോ സാർ? അവനിപ്പോ സത്യം കക്കി വെക്കുന്നത് കണ്ടോ? എന്റെ മകൻ എവിടെയാണെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുപോവാ. നമുക്ക് ഈ കമ്പനി സ്വത്ത് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവനെ തിരിച്ചു കൊണ്ടുപോവാ. എനിക്ക് പേടിയാവുന്നു. പ്ലീസ് റിലാക്സ് ഭാരതി, കാം ഡൗൺ. ഐ എം ഷുവർ അവൻ എവിടെയായിരുന്നാലും നന്നായിരിക്കും ഭാരതി. കുറച്ച് ദിവസത്തിനകം തിരിച്ചു വരില്ലേ? ഞാൻ പറയുന്നതിൽ നിനക്ക് വിശ്വാസമില്ലെന്നുണ്ടോ? എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതാ, നീ അടിച്ചവന്റെ കണ്ണിന് ബ്ലാക്ക് ഫംഗസ് ആയെന്നും പറഞ്ഞ് ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കി കേസ് ക്ലോസ് ചെയ്യാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയൂ. നിങ്ങളുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ സ്റ്റേഷനിൽ സേഫ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ സമ്പാദിക്കുന്ന വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് ആനയാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. ഓ, IG വിളിക്കുന്നുണ്ട്. ശരി, പുതിയ കേസ് വല്ലതും ഉണ്ടെന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഏടോ നായിഡോ, മൊത്തത്തിൽ നിങ്ങളെ സ്റ്റേഷനില് 2 അടിപിടി ഒത്തുതീർപ്പുകളൊക്കെ അല്ലേ ഉള്ളൂ. നിനക്ക് ആവശ്യമുള്ളതും അത് തന്നെയല്ലേ? കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യ്. പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു പുതിയ പയ്യനാ. പേരൊഴിച്ചവൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് അവൻ പാവാന്നാ തോന്നുന്നത്. അവന്റെ ഒരു അവസ്ഥ. അതിന് ലോക്കപ്പ് കേസ് എന്നൊക്കെ അല്ലേ പറയണ്ടേ? സാർ, നിങ്ങളെന്താ ഇവിടെ ലോക്കപ്പിന്റെ അകത്തോട്ടിരിക്കുന്നു? സാർ, എന്താ സാർ ഇവിടെ? എന്താ സംഭവിച്ചേ? എടോ, എന്തിനാ അദ്ദേഹത്തെ ഇവിടെ ഇട്ടിരിക്കുന്നേ? എന്താ സാർ ഇത്? എന്താ ഇതൊക്കെ? ആരാ ഇവൻ? എടോ, തനിക്ക് ബോധമില്ലടോ. ആരാ ഇദ്ദേഹത്തെ അകത്തോട്ടത്? സാറേ, എന്തൊരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്ന. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു 2 മിനിറ്റ് സമയം തന്നാ മതി. എടോ, ഈ സെല്ല് ഓപ്പൺ ചെയ്തേ. ആരാ ഇത്? ഓപ്പൺ ചെയ്യ. ഒന്ന് പറയണം സാർ, ഇവൻ ആരാന്ന്? കാര്യത്തിലൊരു തീരുമാനമായിടോ. ഇത് ആരാണെന്നൊന്ന് സെല്ല് ഓപ്പൺ പറഞ്ഞൂടെ? ചെയ്യാൻ. ഞാൻ ഓപ്പൺ ചെയ്യാന്ന്. എന്താ സാർ വേണ്ടത്? ഈ കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കതൊന്നും വേണ്ട സാർ. എന്നെ പോകാൻ ഇങ്ങോട്ടൊന്ന് വന്നേ സാറേ, പറയട്ടെ. ഞാൻ തൊഴുതു ചോദിക്കുക. ഒന്ന് പറയൂ സാർ, ഏതാ ഈ പയ്യൻ? എന്തൊക്കെയാടോ പറയുന്നേ? താൻ സീനിയർ ആയിട്ടൊന്നും എനിക്കറിയില്ലേ. അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ചെന്ന് അങ്ങനെ അറിഞ്ഞാ താനും ഉണ്ടാവില്ല, തന്നെ സ്റ്റേഷനും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ഒറ്റയടിക്ക് തീർത്തുകളെ. ടച്ച് ചെയ്തില്ലല്ലോ? ടച്ച് ചെയ്യുന്നൊക്കെ പോട്ടെ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ദേ, ആ ഉള്ളിലിരിക്കുന്ന ദരിദ്രവാസിയായി ഈ പണിയെല്ലാം ചെയ്ത് ഞാൻ റിട്ടയർ ആകുന്ന സമയമാ സാർ. എന്നെ ഇതിൽ ഇൻവോൾവ് ആക്കല്ലേ സാറ്? എന്താ റിട്ടയർ ആവുമ്പോ അതെ സാർ. ആദ്യം എക്സ്പയർ ആവാൻ നോക്കിക്കോ. പോയി എന്നിട്ട് CIA വിളിക്ക്. ചെല്ലടോ, പുറത്തേക്ക് വരാൻ പറ. സാർ, ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല രീതിയിലൊരു സർവീസ് സെൻഡ് ഓഫ്, നല്ല ശമ്പളം, മനോഹരമായൊരു റിട്ടയർമെന്റ്. ആ സ്വപ്നം എല്ലാ ദരിദ്രവാസി നശിപ്പിച്ചു. ഇനി ഒന്നും പഴയതുപോലെ ആവുമെന്ന് തോന്നുന്നില്ല. നത്തിങ് ടു വറി സർ. അകത്തിട്ടിരുന്ന് ഇവനെ പിടിച്ച് ആരാടാ ഇവിടെ ഇരിക്കുന്നത്? എടാ, നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? തലമുണ്ടിക്കിട്ടോളം തന്നാലുണ്ടല്ലോ. എടാ, വിവരം കേട്ടവനെ. ഇവന്റെ മേത്ത് കൈവെക്കല്ലേ, കൈവെക്കല്ലെന്ന് പറഞ്ഞിട്ട് കൈവച്ചില്ലേ? ഇപ്പൊ എന്തായി? അവന്റെ അച്ഛൻ ഏതോ വലിയ മനുഷ്യനാണെന്ന് ഇനിയുണ്ടല്ലോ. എന്തൊക്കെയാ കാണിക്കുന്നത്? അതേക്കോ ഞാൻ പറയാം. സോറി സാർ, റോങ് ഇൻഫർമേഷൻ ആയതിനാൽ അഡ്രസ് മാറി നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറിയതാ. ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താണ് ചെറിയ തെറ്റോ? ഇതാണോ ചെറിയ തെറ്റ്? കാല് പിടിക്കേ, ആദ്യം കാല് പിടിക്കാൻ നോക്ക. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം സാർ, പ്ലീസ്. നിങ്ങൾ വാ തുറന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു.
ഞാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് മാഡത്തിനോട് സോറി പറയാം. നിങ്ങൾ പൊയ്ക്കോളൂ സാർ. കൊല്ലൂടാ നിന്നെ. സാർ 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 അറിയാതെ തെറ്റുപറ്റി പോയതാ. ഇനി റിപ്പീറ്റ് ആവില്ല. ഈ വിഷയം നിങ്ങളുടെ അച്ഛന്റെ ചെവിയിൽ തറ നോക്കണം സാർ. യൂണിഫോമിലായതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ച് മാപ്പി ചോദിക്കുന്നത് സാർ. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. മാറാം മാറാം ഇഡിയറ്റ്സ്. ഹലോ ഹലോ രാമു, ആ, തനിക്കെന്നെ മനസ്സിലായില്ലേ? അന്ന് കടിവാ റെയിൽവേ സ്റ്റേഷൻ ബാഗ്. ഹലോ, നിങ്ങൾ ബാഗ് മറന്നു ആ, അയ്യോ ഞാൻ മറന്നാ. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ. ഹലോ, മോന്റെ പേര്? റാം. അതിൽ മിനിസ്റ്ററിന്റെ കോർട്ട് കേസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഫയൽസ് ഉണ്ടായിരുന്നു. അന്ന് നീ എനിക്കത് തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവരെന്നെ കൊന്നു കളഞ്ഞാൻ. എന്നെ എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്? അതെ, അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ട് നീ പിന്നെ എന്നെ മറന്നുപോയോ? ഉപകാരം നമുക്ക് കിട്ടുമ്പോഴല്ലേ ഓർക്കേണ്ടതുള്ളൂ, ചെയ്യുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ, അത് ശരിയാ. അകത്തെന്നെ നിന്നെ കണ്ടപ്പോ തന്നെ അവര് നിന്നെ കുടുക്കിയതാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അകത്തിരുന്നോണ്ട് പാർലമെന്റിൽ ബോംബ് വെച്ച് നീയാണെന്ന് വേണേ പറഞ്ഞ് അവൻ നിന്നെ കുടുക്കിക്കളി. അതുകൊണ്ടാണ് ഈ ഡ്രാമയൊക്കെ കളിച്ചത്. അപ്പൊ സി എസ് ആറിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അത് ഞാൻ കള്ളം പറഞ്ഞു. വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകനാണ് നീ എന്നും നീ മനസ്സ് വെച്ച ഒരു നാട് തന്നെ വാങ്ങാൻ പറ്റുമെന്നും അവൻ വിചാരിച്ച നിന്റെ അഡ്രസ് പോലും ഗൂഗിൾ മാപ്പിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നും ഏതോ ബിസിനസ് ട്രിപ്പിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നതാണെന്നും നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കഥകളാണ് ഞാൻ പറഞ്ഞത്. ആ മണ്ടം വിശ്വസിച്ചു. എന്താ നീ ഷോക്കായില്ലേ? ഒരു ട്രൂ സ്റ്റോറി പോലെയുണ്ട് സാർ. നിങ്ങൾ ശരിക്കും ഗ്രേറ്റ് ആണ്. ആ ശരി ശരി, ഇനി അവരുടെ കണ്ണി പെടരുത്. ഉം. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കും. ഓക്കെ. ഉം. ഹലോ ബാലരാജ് മോനെ, നിനക്ക് ആ പയ്യനെ കുറിച്ച് നന്നായിട്ട് അറിയാമോ? അറിയില്ല. അവനെ കുറിച്ച് അറിയേണ്ട ആവശ്യം ഇപ്പൊ എനിക്കില്ലല്ലോ. അവനൊരു വായി നോക്കിയാ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇഞ്ചി അറിയാവോന്ന് ചോദിച്ചാ വെള്ളം പോലെ പുളിയുള്ളതാണെന്ന് പറയുന്നവനാ നീ. അവനോട് കളിച്ച നീ നിന്റെ നാടും വിട്ട് ഉഗാണ്ടേ പോയി താമസിക്കേണ്ടി വരും. അവനൊരു തീക്കൊള്ളിയല്ല, തീ പന്തമാ. എരിച്ചു കളയും നിന്നെ. എന്നാ നമ്മള് വിചാരിച്ച പോലെ അവനെ കൊന്നു കളഞ്ഞവര്. അവനോട് കളിച്ചാൽ നമ്മളെ തീർത്ത് കളയുന്ന പറയുന്നത്. എന്താന്നറിയാൻ വയ്യ. ആര് വരുന്ന കണ്ടാലും രാമു വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ദേ ആ വരുന്നത് രാമു വരുന്നതായിട്ടാ ഞാൻ കാണുന്നത്. ഇത് കനവോ നിനവോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഉം. എല്ലാം ഓക്കെ അല്ലേ? എങ്ങനെയാ ഇവിടെ വന്നത്? വെറുതെ വിട്ടോ അവര്? കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി. എന്നോട് സോറിയും പറഞ്ഞു. അതെങ്ങനെയാ? അതങ്ങനെയാ. എന്താണെങ്കിലും ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞ് നീ തിരിച്ചു വന്നാ നിന്നെയും കൂട്ടി അമ്പലത്തിൽ പോകുന്ന നേർന്നിരുന്നു ഞാൻ. വാ.